ശക്തമായ മഴയും കടലാക്രമണവും മൂലം ദുരിതമനുഭവിക്കുന്ന കണ്ണമാലി മേഖലകൾ മന്ത്രി റോജി എം ജോൺ സന്ദർശിച്ചു. ശക്തമായ മഴയും കടലാക്രമണവും മൂലം ദുരിതമനുഭവിക്കുന്ന ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി മേഖലയിലെ വിവിധ പ്രദേശങ്ങൾ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോജി എം ജോൺ സന്ദർശിച്ചു. പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയ മന്ത്രി ജനങ്ങളുടെ ആശങ്കകളും ആവശ്യങ്ങളും ചോദിച്ചറിഞ്ഞു. ചെറിയ കടവ്, കമ്പനിപ്പടി, കണ്ണമാലി, പുത്തൻതോട് എന്നീ പ്രദേശങ്ങളിലാണ് മന്ത്രി സന്ദർശനം നടത്തിയത്. കടലാക്രമണ വിഷയത്തിൽ ശാശ്വത പരിഹാരമാണ് ജനങ്ങൾക്ക് ആവശ്യമെന്ന് മന്ത്രി പറഞ്ഞു. കടൽഭിത്തി നിർമ്മിക്കുന്നതിനുള്ള നടപടികളിലേക്ക് എത്രയും വേഗം സർക്കാർ കടക്കുമെന്നും അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ദുരിതബാധിതരെ താൽക്കാലികമായി മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ് ചെയ്തിരിക്കുന്നതെന്നും എംഎൽഎയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ ഉറപ്പാക്കുമെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും മുൻഗണന നൽകിയാണ് തുടർ നടപടികൾ സ്വീകരിക്കുകയെന്നും അറിയിച്ചു. കൊച്ചി എംഎൽഎ മുഹമ്മദ് ഷിയാസും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ശക്തമായ മഴയെ തുടർന്ന് നമുക്ക് ഇവിടെ കൊച്ചിയിലെ കണ്ണമാലി, ചെല്ലാനം പ്രദേശങ്ങളിലെ നിരവധി ഏരിയകളിൽ കടൽ കയറുന്ന ഒരു പ്രശ്നമുണ്ട്. ബഹുമാനപ്പെട്ട എംഎൽഎ ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയതും ഇത് ഈ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാനായിട്ട് ആണ് വന്നു ചേർന്നത്. ഇവിടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് കുടുംബങ്ങൾക്ക് മാറി താമസിക്കുവാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇവിടെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് ഇവരെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഗവൺമെൻറ് ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് നമുക്ക് കടൽഭിത്തി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട എംഎൽഎ ഇത് ജലസേചന മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു. നമ്മളതിൻ്റെ പദ്ധതികൾ രൂപീകരിച്ച് എത്രയും വേഗം തന്നെ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികളിലേക്കും കടക്കുന്നതാണ്. താൽക്കാലികമായിട്ട് മാറി താമസിക്കേണ്ടവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം നമ്മൾ ഒരുക്കുന്നതാണ്. പക്ഷേ അതൊരു താൽക്കാലിക നടപടി മാത്രമാണ്. നമുക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് ഈ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. വീട് പോയവർക്ക് പൈസ കുറേ പേരുടെ പെൻഡിങ് പഴയത് പെൻഡിങ് അതൊന്ന് ക്ലിയർ ചെയ്യാൻ, കുറേ പേരുടെ ക്ലിയർ ചെയ്യാൻ, അത് ചെയ്യിപ്പിക്കാം. കുറച്ച് പേർക്ക് പൈസ കിട്ടിയുള്ളൂ, കുറച്ച് പേരുടെ പൈസ കിട്ടാനുള്ള കുറേ പേരുടെ കിട്ടിയിട്ടില്ല. ഇവിടെ ഇല്ല. നമ്മൾ മൊത്തത്തില് പെൻഡിങ് അല്ലേ? നേരത്തെ സാങ്ഷൻ ആയതാണത്. അത് എപ്പോൾ സാങ്ഷൻ ആയതായിരുന്നു? കഴിഞ്ഞ വർഷത്തെ. അത് ഇതുവരെ തന്നിട്ടില്ല. നമുക്ക് വേദന എടുപ്പിക്കാം. അടിക്കുന്നതല്ലേ? നമുക്ക് ബാഗുകൾ നമുക്ക് കിട്ടിയതുകൊണ്ട് മണ്ണ് പല തോടുകളിലും ഒന്നും മണ്ണ് കോരിയാണ് കൊണ്ടുവന്ന് വെച്ചത്. തൽക്കാലത്തേക്ക് നമുക്ക് എന്തെങ്കിലും അറേഞ്ച് ചെയ്തതിനു ശേഷം ബാക്കി നമുക്ക് നോക്കാം. ഒരു ക്യാമ്പ് ഇവിടെ ഗവൺമെന്റിൽ അവിടെ തുറക്കാന്ന് പറഞ്ഞു. പോവില്ല. പ്രശ്നമുണ്ട്. നേരത്തെ ഒരു മാസമൊക്കെ നമ്മൾ 1-2 മാസമൊക്കെ ക്യാമ്പ് ഉണ്ടായിരുന്നു. മറ്റേ കിട്ടിയായിരുന്നു അവിടുത്തെ ശേഷം ന്യൂസ് ബ്യൂറോ, ചെല്ലാനം. ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ? കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം.